അതായത് ഈ ഹാൻഡ് വീവ് എന്ന് പറയുന്നത് വന്നിട്ട് ശരിക്കും പറഞ്ഞു വെച്ചാൽ 5 ആളുടെ അധ്വാനമാണ് അതിലുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് 5 ആൾ 6 ആൾ വേണം. ഇതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം അതും പിന്നെ നമ്മളിപ്പോൾ ഈ തറയിൽ അടിക്കണമെങ്കിൽ ഞങ്ങളെ അടിക്കണമെങ്കിൽ അതിന് താറ് എന്ന് പറഞ്ഞ സാധനം നൂല് ഇത് ചുറ്റി കൊടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ 2 ആളുടെ അധ്വാനത്തിലാണ് ഒരു ദിവസം 500 600 ഉണ്ടാക്കുന്നത്. ഹാൻഡ് വീവ് എന്ന് പറഞ്ഞത് വന്ന് കണ്ടാലേ ഇത് അറിയുള്ളൂ എന്താണെന്നുള്ളത്, അതിൽ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്, അത് എന്തൊക്കെ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഇതിൽ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതൊക്കെ അറിയണ്ടല്ലോ. ഈ നെയ്ത്തിന്റെ ഈ നെയ്ത്തിന്റെ കൊല്ലക്കണക്ക് ഇല്ല. രാജാക്കളുടെ കാലം തൊട്ടേ ഇല്ല. അന്ന് കാലം തൊട്ട് ഇന്ന് വരെയുണ്ട്, ഇനിയും ഉണ്ടാവും. തിരുവാങ്കൂർ പഴശ്ശിരാജാവിന് മുണ്ട് കൊടുത്തവരുണ്ട് ഇവിടെ. പഴശ്ശിരാജാവിന് അപ്പോ അവിടെ നെയ്ത്തിന്റെ അപ്പളം ഉണ്ട്. അങ്ങനെയാണ്. അത്രയും പഴക്കമുണ്ട് നമ്മുടെ പഴക്കമുണ്ട്. ഇത് നിന്ന് പോകുന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ അത് നിൽക്കില്ല, അങ്ങനെ നിൽക്കില്ല. ഇപ്പോ ശരിക്കും പറയാൻ പോയിപ്പോ നമ്മളൊക്കെ വയസ്സന്മാർ വീട്ടിൽ ഇരിക്കേണ്ട സമയമാണ്. ഇത് നമ്മളുടെ ജോലി വന്നിട്ട് മരിക്കുന്ന വരെ നമുക്ക് ജോലി ചെയ്യാം. പിന്നൊരു വിഭാഗത്തിൽ ഈശ്വര സൃഷ്ടിയിൽ ദേവല മഹർഷിയാണ് ഈശ്വര സൃഷ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ദേവന്മാരുടെ മാനം മറയ്ക്കാനായിട്ട് ഞങ്ങൾ വസ്ത്രം നെയ്ത് കൊടുത്തു. കാരണം ഞങ്ങൾ ദേവന്മാരിൽ ഒരു അംഗമാണ്. അതാണ് ഞങ്ങൾ ദേവാംഗ. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ വന്നിട്ട് ഒരു 10-13 വയസ്സിൽ ഈ നെയ്ത്ത് തൊഴിലിന് ഇരുന്നതാണ്. അപ്പോൾ കുറച്ച് വർഷം നെയ്ത്ത് തൊഴിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒത്തിരി ഡല്ലായ ശേഷം ഇപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പൂജാരിയായിട്ട് വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. 13-ാം നൂറ്റാണ്ടിൽ ചോളരാജാവിൻ്റെ കീഴിലാണ് ചേരവും പാണ്ഡ്യവും മൂന്നും. തെക്കേ ഇന്ത്യ രാജരാജ ചോളൻ അടക്കി പറ്റിയ ശേഷം മകനും അവരുടെ സന്തതി വരുമ്പോൾ ചേരം വന്നിട്ട് ചോളരാജാവിൻ്റെ ഇതിലാണ്. അപ്പോൾ അവിടെ നിന്ന് നെയ്ത്ത് ആവശ്യത്തിനായിട്ട് കുറച്ച് ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോളരാജ്യം വന്ന് കർണാടക ചോളത്തിലാണ് പെടുന്നത്. തമിഴ്നാട് നിന്ന് തെന്നിന്ത്യ മുഴുവനും അവരുടെ ഇതിലാണ്. അപ്പോൾ ഇതും ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. വലിയ വലിയ വഞ്ചിയിൽ എന്ന് വെച്ചാൽ ഓരോ വഞ്ചിയിൽ 10, 100, 200 കുടുംബങ്ങൾ ഇരിക്കാൻ പറ്റും. വലിയ വലിയ വഞ്ചിയിൽ ഈ പുഴയിൽ തമിഴ്നാട്ടിലേക്ക് വന്ന് ഈ പുഴയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പാലത്തുള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് പുഴയുള്ളത്. ആ പുഴ ഭാഗത്ത് വന്ന ആൾക്കാർ ഇവിടെ കയറി താമസമാക്കി. ഇപ്പോൾ ഞങ്ങളെങ്ങനെ ഒരു 600-700 വർഷം ആയിട്ടുണ്ടാവും ഇവിടെ വന്നിരിക്കുന്നത്. அம்பிகை கௌரி அருள்புரி மாறி சாம்பவியானால் சடாட்சட ரூபிணி வேளை முகத்து விநாயகனை பெற்ற பரபிரம்மமான பஞ்சாட்சரத்து மீது கூத்தாடச்சி கொலுவிலங்காளி காளி கங்காளி கன்னி முக்கன்னி நிஷ்டூரகாரி நிரந்தர கல்யாணி செவ்வழி நீரும் கதளிப்பழமும் கனியிலை பாக்கும் சேர்த்து അമ്മനുക്ക് പൂസതനെ മുടിത്തേൻ. ഇത് വന്നിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ചാമുണ്ടീശ്വരൻ്റെ ദൈവത്തിൻ്റെ ഇത് എൻ്റെ വലിയച്ഛൻ അന്ന് കാലത്ത് എഴുതി വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഒരു അണി കസവാണെങ്കിൽ ഒരു അണി കോട്ടനാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയും. പിന്നെ ഇത് ഒരാൾ ചെയ്യുന്ന ഒരു പണിയല്ല, പരസ്പര ആശ്രയമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റോള് ചുറ്റി വരണമെങ്കിൽ 8 പേര് വേണം. അപ്പോൾ അത് നമ്മൾ വെളിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ നിങ്ങൾ വെളിയിൽ കണ്ടിട്ടുണ്ടാകും ആരെങ്കിലും ചുറ്റുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടി അടുത്ത വീട്ടുകാരെയും കൂടി ആശ്രയിക്കണം. അവരുണ്ടെങ്കിൽ മാത്രമേ ഈ തൊഴിൽ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തൊഴിലാണിത്. പിന്നെ ഇത് മാത്രം നമ്മൾ ഒരു നെയ്യുന്നത് മാത്രമല്ല, ഇതിന് വേറെ ഒരു ഇതുണ്ട്. ഈ ചുറ്റി വരുന്നത് ഇന്ന് കോണായിട്ട് വരുന്നുണ്ട്. മുമ്പ് നൂലായിരുന്നു. നൂല് ബോഗണി ചുറ്റി അതിനെ നമ്മൾ താറാക്കി കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യണം. ഇത് വേറൊരാൾ ചെയ്യണം.
ഇപ്പൊ ഇത് വേനൽക്കാലമായില്ലേ, വേനൽക്കാലമായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, ഈ നൂലൊക്കെ പൊട്ടും ചൂടില് ചൂടില് പൊട്ടും. അപ്പൊ ആ സമയത്ത് നെയ്ത്ത് കൊടുക്കണം. വേനൽക്കാലം മഴക്കാലം രണ്ട് ബുദ്ധിമുട്ട് തന്നെ. മഴക്കാലമായി ഇത് വലിക്കാനായാലും ഇവിടെയൊക്കെ വെള്ളം പോലെ ഉണ്ടാവും. അപ്പൊ മരക്കഷ്ണമല്ലേ ഒക്കെ വീർത്ത് വരും. അപ്പോൾ വലിക്കുമ്പോൾ നമുക്ക് തോൾ വേദന ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഭാവി എങ്ങനെ ആയിരിക്കും ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടില്? ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നത്? എങ്ങനെയായിരിക്കും എന്ന് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യം ആയതുകൊണ്ടാണ് എല്ലാവരും പഠിച്ചവരും കൂടി ഈ തൊഴിലേക്ക് വന്നത്. പക്ഷേ ഇത് കൊണ്ട് കുടുംബം കഴിയാനില്ല എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് ഞങ്ങളെല്ലാം ഇത് വിട്ടു പോണത്. ഈ തൊഴിൽ വളരെ നല്ല തൊഴിലാണ്. ഒരാൾക്കൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക, അതും ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ട ഡിസൈനിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തൊഴിലാണ്. ഇത് തേടി ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. നമ്മളിപ്പോൾ ഈ പുതിയ ഫാഷനും ഇതെല്ലാം ആയി, പഴയതായിരിക്കും വേണ്ട. നിങ്ങളൊക്കെ മുണ്ട് കൈത്തറി മുണ്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഈ പാൻറ് തന്നെ ഇട്ടുകൊണ്ട് നടക്കണ്ട. ജോലിക്ക് പോകുമ്പോ അത് പോണം. വീട്ടിലിരിക്കുമ്പോ മുണ്ട് കൊടുക്കാൻ നോക്കി എന്നേലും നമ്മളുടെ പിളപ്പനെടുക്കുള്ളൂ. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട കൂലി എല്ലാം വരികയാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് നമുക്കിത് ചെയ്തുകൊണ്ട് പോവാം. പക്ഷെ അതില്ല. എന്ന് വെച്ചാൽ ഇതിന് കൂലിയില്ല. അന്ന് 35 രൂപയാണ് എനിക്ക് കൂലി. ഞാൻ ശരിക്കും നെയ്ത്ത് പഴകുമ്പോൾ ഒരു മുണ്ടിന്. അപ്പോൾ ഓരോ അങ്ങനെ കൂടുമ്പോൾ ജനറേഷൻ കൂടി വരുമ്പോൾ ഇതിൻ്റെ ചാർജിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നത്. നൂലിൻ്റെ ചാർജ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കസവിൻ്റെ ചാർജ് കൂടി. ഒരു കസവ് അന്നൊക്കെ വന്ന് ഒരു പാവിന് വന്നിട്ട് ഒരു കഴി നൂലിന് വന്നിട്ട് 70 പൈസയാണ്. ഇന്ന് അതേ ഒരു കഴി നൂലിന് 360 രൂപയാണ്. ഒരു കോൺ 1 കിലോന് എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പം 460 രൂപ 500 രൂപയാണ്. ഒരു 5-6 പേരുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം പ്രായം കൂടിയവരാണ്. പിന്നെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരൊന്നും ഇല്ല. 1-2 പിള്ളേരുണ്ട്, അതും ഒരു 45 വയസ്സ് കൂടും. പുതിയ തലമുറയിൽ ഇപ്പൊ വരുന്ന പിള്ളേരൊക്കെ ഏതോ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇതിനൊന്നും അവർക്ക് താല്പര്യമില്ല. ഇപ്പം ഞങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇത് അവരുടെ കാലം കഴിയുന്നവർക്കും ഇത് ഉണ്ടാവും. ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഉണ്ടാവില്ല. എത്ര വയസ്സ് തൊട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇത് 11 വയസ്സ് തൊട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 51 വയസ്സായി. വർഷം എത്രയായിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ മതി. വയസ്സ് വന്നിട്ട് 56 ആവും. ഏപ്രിൽ വന്ന് 56. ഇപ്പൊ 70 എനിക്ക് 76 വയസ്സ്. പ്രൈവറ്റായി ഞാൻ ചെയ്യുന്നു, ഞാൻ കൊടുക്കുന്നു, കടയിൽ കൊണ്ട് കൊടുക്കുന്നു, ഇത് ചെയ്യും. ഗവൺമെന്റ് ഭാഗത്ത് നമ്മൾക്ക് ഈ സൊസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ഒന്നും കിട്ടാണ്ടായിരിക്കും. അത് അങ്ങനെ ആ സൊസൈറ്റി ഒക്കെ ഇപ്പോൾ ആ കെട്ടിടമൊക്കെ അങ്ങനെയുണ്ട്, വെറുതെ കിടക്കണം. ഒരു സ്ഥാപനം പറഞ്ഞാൽ അങ്ങനെ ഗവൺമെന്റ് ശമ്പളമൊക്കെ അവർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അവർക്കത് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പണിയെടുത്ത് കഴിഞ്ഞാൽ രാവിലെ ചിലവർ 5 മണിക്ക് എണിച്ച് കിട്ടും, ഇരുന്ന് രാത്രി 10 മണി വരെ ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ കൂലിയില്ലെങ്കിൽ ഇപ്പോൾ ഈ 10-15 വർഷമായിട്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സൊസൈറ്റികളൊന്നും ഇല്ല.